പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4 പെൺമക്കളെ കുറിച്ചിട്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ. ആ 4 പെൺമക്കൾ എന്ന് പറയുമ്പോൾ ആ 4 പെൺമക്കളെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് അവർ 4 പേരും കേരളത്തിലെ സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളായിരുന്നു എന്നുള്ളതാണ്. അതിൽ 3 പേർ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. മറ്റൊന്ന് സമുന്നതരായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് MP ആയിരുന്ന ഒരാളുടെ മകളാണ്. അദ്ദേഹം പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഈ 4 മക്കൾ എന്ത് ചെയ്യുന്നു, ഈ 4 പെൺമക്കൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, അതിൽ ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അമീന ഷാനവാസ് എന്ന മകളെ കുറിച്ചിട്ടാണ്. അമീന ഷാനവാസ് ഇന്ന് ഒരു പ്രശസ്ത നർത്തകിയാണ്. ഒരു ഹനീഷ് എന്ന് പറഞ്ഞ മുഹമ്മദ് ഹനീഷ് എന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒരു IAS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഈ അമീന ഷാനവാസ് എന്ന് പറയുന്നത് വയനാട് MP ആയി 2018 18 എൻ്റെ ഓർമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ MI ഷാനവാസ് എന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവ് MP ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകളാണ് അമീന ഷാനവാസ്. അമീന ഷാനവാസിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ള ഒരു വനിതയാണ്. പക്ഷേ അവർ ഒരു പ്രഗത്ഭ നർത്തകിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഷാനവാസിൻ്റെ മകള് ആണ്. ഷാനവാസ് നിർഭാഗ്യവശാൽ ലിവർ ക്യാൻസർ വന്നിട്ടാണ് മരിക്കുന്നത്. ഷാനവാസിനെ രക്ഷിച്ചെടുക്കാനുള്ള അവസാന ശ്രമത്തിൻ്റെ ഭാഗമായി മകളായിട്ടുള്ള അമീന ഷാനവാസ് തൻ്റെ കരളിൽ ഒരു ഭാഗം തൻ്റെ വാപ്പയ്ക്ക് കൊടുത്തു. പക്ഷെ എന്നിട്ട് പോലും ഷാനവാസിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം നമ്മെ എല്ലാവരെയും വിട്ടുപിരിയും. അപ്പോൾ അമീന ഷാനവാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരുടെ അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ വാലിൽ തൂങ്ങി എന്തെങ്കിലും അധികാര സ്ഥാനങ്ങളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഒരു വനിത ആയിരുന്നില്ല. അവരുടെ സ്വന്തം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആലോചിക്കണം. മുസ്ലിം സമുദായത്തിൽ നിന്നൊരു പ്രഗത്ഭ നർത്തകിയായി ഒക്കെ വളരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ നമുക്കറിയാമല്ലോ. ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് അവരിന്ന് ഒരു വലിയ നർത്തകിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ളത് അവരുടെ വാപ്പ ആ പ്രതിബന്ധങ്ങളുടെ എല്ലാ സമയത്ത് അവരോടൊപ്പം നിന്നുവെന്നും ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടക്കാൻ ആമിനയെ എല്ലാ കാലത്തും സഹായിച്ചത് ആമിനയുടെ അച്ഛനും സുഹൃത്തുമായിരുന്ന മാമിനയുടെ വാപ്പ MI ഷാനവാസ് ആണ് എന്ന് ആമിന പറയുന്നത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിയും. അപ്പോൾ ആമിന ഷാനവാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആമിന ഷാനവാസ് പിതാവായിട്ടുള്ള ഷാനവാസ് രാഷ്ട്രീയത്തിലുള്ളപ്പോൾ പിതാവിൻ്റെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റി പിതാവിൻ്റെ ഒരു ഇത്തിൽ കണ്ണിയായി പിതാവിൻ്റെ പുറകിൽ ഒളിച്ചു നിന്ന് ചെയ്യാവുന്ന അഴിമതികളൊക്കെ ചെയ്ത് വളർന്നു വന്ന ഒരു വനിതയല്ല. അവരുടെ സ്വന്തം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്ന് സമൂഹത്തിൽ അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കിയ ഒരു വനിതയാണ് ആമിന ഷാനവാസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതുല്യനായിട്ടുള്ള സമാനതകളില്ലാത്ത നേതാവായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാമത്തെ മകൾ അച്ചു ഉമ്മനെ കുറിച്ചിട്ടാണ്. ഉമ്മൻചാണ്ടി നമുക്കറിയാം 50 വർഷക്കാലം MLA ആയിരുന്നു. 1-ലധികം തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. 1-ലധികം തവണ മുഖ്യമന്ത്രിയായിരുന്നു. എല്ലാ കാലത്തെയും കോൺഗ്രസ്സുകാരുടെ അനിഷേധ്യനായിട്ടുള്ള നേതാവായിരുന്നു. ഏറ്റവും വലിയ ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ആ ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്ന ഒരു സമയത്തും അധികാരത്തിൻ്റെ അപകർഷണത്തിനായി ഉമ്മൻചാണ്ടിയുടെ ചാരത്ത് ചേർന്ന് നിൽക്കുകയായിരുന്നില്ല അച്ചു ഉമ്മൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരവരുടെ സ്വന്തം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളർന്നു വലുതായി. അവർ വിദേശത്ത് പോയി. അവരിന്നത്തെ ഡിസൈനറൊക്കെ ആയിട്ട് അവർ ജോലി ചെയ്യാറുണ്ട്. ദുബായിലും കണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊരിക്കലും അച്ഛൻ്റെ അധികാരത്തിൻ്റെ പുറകെ അച്ഛൻ്റെ കൂടെ നിന്ന് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അതാണ് 2ാമത്തെ പ്രധാനപ്പെട്ട മകൾ അച്ചു ഉമ്മൻ. 3ാമത്തെ മകളുടെ പേര് VV ആശ എന്നാണ്. VV ആശ. വേലിക്കകത്ത് വസുമതി ആശ എന്നാണ് VV ആശയുടെ പേര്. വേലിക്കകത്ത് എന്ന വീട്ടുപേരുള്ളൊരു മനുഷ്യൻ ഏതാണ്ട് ഒരു 70 വർഷക്കാലം കേരള രാഷ്ട്രീയം അടക്കി ഭരിക്കുകയായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളതിൽ.
ആ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേരാണ് സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാണ് VV ആശ. ആ VV ആശയും അവർ രാജീവ് ഗാന്ധി സെൻറ്ററിൽ സീനിയർ ആയിട്ടുള്ള ശാസ്ത്രജ്ഞയായി അവർ വോളണ്ടറി റിട്ടയർമെൻറ്റ് മേടിച്ചിപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അവരൊരിക്കലും അച്ഛൻ്റെ അധികാരത്തിന് പുറകെ പോയതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കിയത് VS അച്യുതാനന്ദൻ 2006 മുഖ്യമന്ത്രിയായി 2008 മറ്റാണ് സ്വന്തമായിട്ടൊരു വീട് പോലും ഒരു പണിയുന്നത്. വാടക വീട്ടിലായിരുന്നു ആ സമയം വരെ. ഞാൻ മനസ്സിലാക്കിയത് അച്യുതാനന്ദൻ 2006-11 കാലഘട്ടത്തിൽ ക്ലിഫ് ഹൗസിൽ താമസിച്ചിരുന്ന സമയത്ത് ഈ VV ആശ ക്ലിഫ് ഹൗസിൽ പോലും താമസിച്ചിട്ടില്ല. 5 വർഷക്കാലം അവർ പുറത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവർ യഥാർത്ഥത്തിൽ ഞാൻ പിന്നീട് ഞെട്ടലോടുകൂടി മനസ്സിലാക്കിയത് അവർ നിയമസഭയ്ക്ക് അകത്തേക്ക് വരുന്നത് പോലും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്നപ്പോൾ മേഴ്സിക്കുട്ടിയമ്മയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പിന്നെ നിയമസഭാ മന്ദിരത്തിലേക്ക് ആദ്യം കടന്നത്. അവിടെ എനിക്ക് ഓർമ്മയുണ്ട് 2002 മറ്റോ അവർ പിന്നെ TBG ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലോ മറ്റോ കണ്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അന്ന് VS പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന VS ഹൈദരാബാദിലെങ്ങാണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നു. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ആന്ധ്രയിലെങ്ങാണ്ട് പോയപ്പോൾ ഇവർക്ക് ഔദ്യോഗികമായിട്ടുള്ള എന്തോ ഒരു പിന്നെ സെമിനാറിൻ്റെ ഭാഗമായിട്ട് ഇവർക്കും പോകേണ്ടി വന്നു. VSൻ്റെ കൂടെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഇവരെ 2 ദിവസം VS താമസിപ്പിച്ചത് രാഘവുലു എന്ന് പറയുന്ന മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ വീട്ടിലായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ പോലും അല്ല താമസിപ്പിച്ചത്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള രാഘവുലിൻ്റെ ഒരു ഇടുങ്ങിയ വീടിലാണ് അന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മകളായിരുന്ന VV ആശ താമസിച്ചത് എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും. ആ VV ആശ ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഷാനവാസിൻ്റെ മകളുടെ കാര്യം പറഞ്ഞു, അമീന ഷാനവാസ്. ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. VS അച്യുതാനന്ദൻ്റെ മകൾ VV ആശയുടെ കാര്യം പറഞ്ഞു. ഇനി അവസാനമായി നമുക്കൊരു മകളുടെ കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മകൾ ഒരു ചെറിയ മകളല്ല. ആ മകളെ ഈ പറഞ്ഞ പോലെ പറഞ്ഞാൽ 1.5 മകളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ആ മകൾ ഒരു കാലത്തും ആ മകളുടെ കഴിവ് കൊണ്ട് ജീവിച്ചിട്ടില്ല. ആ മകളെ എഞ്ചിനീയറിംഗ് പാസ്സായത് തന്നെ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മാതാ അമൃതാനന്ദമയുടെ കോയമ്പത്തൂരിലുള്ള ഒരു കോളേജിൽ പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ പരീക്ഷ പോലും എഴുതാതെയാണ് അന്ന് അവിടെ ചേർന്നതെന്ന് പിന്നീട് പിന്നെ ഒരു സമുന്നതനായിട്ടുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരിങ്ങോട്ട് വന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? അവർ കുറച്ചാൾ ഉറക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു അതിൻ്റെ ഒരു ആയിട്ടെന്തോ പ്രവർത്തിച്ചു. അതിനുശേഷം അവർ നേരിട്ട് വന്ന് ഏറ്റെടുത്ത ആദ്യ സ്ഥാനം എന്താണെന്നറിയാമോ? രവി പിള്ള എന്ന് പറഞ്ഞ ശതകോടീശ്വരൻ്റെ RP ഇൻഫോടെക് എന്ന് പറഞ്ഞിട്ടുള്ള IT കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ആ സ്ഥാനമാണ് അവർ ഏറ്റെടുത്തത്. പക്ഷേ ഇത്രയും നേരം അവർ ആരുടെ മകളാണെന്ന് ഞാൻ പറഞ്ഞില്ല. അവർ സാക്ഷാൽ പിണറായി വിജയൻ്റെ മകളാണ്, മൂത്ത മകളാണ് വീണ വിജയൻ. നമുക്കറിയാം ഒരു IT കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകണമെങ്കിൽ 10-25 വർഷമെങ്കിലും കഴിയണം, എന്നാലേ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആവും. ഇനി ചെറുപ്പക്കാരായിട്ടുണ്ടെങ്കിൽ അവർ എക്സംപ്ലറി ആയിട്ടുള്ള ബുദ്ധിശാലികളായിരിക്കണം. പക്ഷേ ഇവർക്ക് ബുദ്ധി എന്ന് പറയുന്നത് എല്ലാ തേർഡ് ക്ലാസ് ബുദ്ധിയേ ഉള്ളൂ എന്ന് നമ്മൾക്ക്. അവർ പാസ്സായി വന്ന ഉടനെ RP ഇൻഫോടെക്കിൽ അവർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി. എന്തുകൊണ്ടായി? അച്ഛൻ്റെ മകളായതുകൊണ്ടായി, പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടായി. ഈ RP ഇൻഫോടെക്കിലെ വേറൊരു വൈസ് പ്രസിഡന്റ് ആരായിരുന്നറിയോ? ഒരു ഒരു 7ാം കൂലിയായിട്ട് തിരുവനന്തപുരത്തൊക്കെ നടന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണ മകൻ എന്താണ് ബിനീഷ് കോടിയേരി, മറ്റേ മയക്കുമരുന്ന് കേസിൽ ജയിലിലൊക്കെ ആവുകയൊക്കെ ചെയ്തില്ലേ, അവനെയാണ് രവി പിള്ള വേറൊരു സമയത്ത് തൻ്റെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആക്കി വെച്ചത്. അതെന്തുകൊണ്ടാണ്? കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ അവർ ഈ RP ഇൻഫോടെക്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറി 2014 പിന്നെ മഹാനായ പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയൻ എക്സാലോജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി തുടങ്ങും. അതിൻ്റെ അവസ്ഥ ഇപ്പം എന്താ? 2014 തുടങ്ങിയ ആ കമ്പനി 2025 ആയപ്പോഴേക്കും ആ കമ്പനി നടത്തിയ പിണറായി വിജയൻ്റെ മകൾ ഇന്ന് ഒരു അഴിമതി കേസിൽ 9ാം പ്രതിയാണ്. CMRL എന്ന് പറഞ്ഞ കമ്പനിയുമായി നടത്തിയ അനധികൃതമായിട്ടുള്ള പണമിടപാടിനെ തുടർന്ന് അവിടെ നിന്ന് 2,70,00,000 രൂപ വാങ്ങി എന്നുള്ള ആ കേസിൽ SFIO അന്വേഷണത്തെ തുടർന്ന് SFIO എറണാകുളത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 7 നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ 9ാം പ്രതിയായി നിൽക്കുകയാണ് പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണ വിജയൻ. എല്ലാ കാലത്തും അച്ഛനായിട്ടുള്ള മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് അയാളുടെ നിഴലായി നിന്ന് കഴിയാവുന്ന അഴിമതികളൊക്കെ നടത്തി ഒരു കോടീശ്വരിയാകാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ 100 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. ഏതൊന്നുമില്ല, ഒരു 4 ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ് അവർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അത്രയൊന്നുമില്ല കേട്ടോ, ഒരു 4 ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നാണ്. അപ്പോൾ അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഈ 4 പെൺമക്കളെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലെയറിംഗ് ആയിട്ട് കാണാൻ കഴിയുന്നത് വീണ വിജയൻ്റെ കാര്യമാണ്. വീണ വിജയൻ പിണറായി വിജയൻ്റെ മകളാണ്. വീണ വിജയൻ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ടാണ് അഴിമതി ഇഷ്ടംപോലെ. അവളെക്കുറിച്ചിട്ട് സ്വപ്ന സുരേഷൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. ഇവരെ എന്തുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണ ഏജൻസികളും ചോദ്യം ചെയ്തില്ല എന്ന് 4 വർഷം മുമ്പ് ആദ്യം പൊതുമണ്ഡലത്തിൽ പറഞ്ഞൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എക്സാലോജിക്കിൻ്റെ കാര്യമൊക്കെ അന്ന് വിശദമായി ഞാൻ പറഞ്ഞതാണ്. ഇവരെവിടെ നിന്നൊക്കെയാണ് പണം മേടിച്ചിട്ടുള്ളതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ 4 വർഷം മുമ്പ് ആദ്യമായി സമൂഹത്തിൽ പറഞ്ഞ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇതാണ് 4 പെൺമക്കൾ. ആദ്യത്തെ പെൺമകളുടെ പേര് അമീന ഷാനവാസ്. ഷാനവാസിൻ്റെ മകൾ, നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു പ്രഗത്ഭ നർത്തകി. രണ്ടാമത്തത് ലെജൻഡറി നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മൻ, നമുക്ക് അഭിമാനം തോന്നുന്ന ഡിസൈനർ, സ്വന്തമായി പണം ഉണ്ടാക്കി ജീവിക്കും. അടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ മകൾ VV ആശ. അവർ സീനിയർ സയൻറ്റിസ്റ്റായി അവർ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നു. 4ാമത്തെ മകളാണ് മകൾ. അച്ഛൻ്റെ പേരിൽ കഴിയാവുന്ന അഴിമതികളൊക്കെ നടത്തി കോടികൾ പണം സമ്പാദിച്ച് ഇപ്പോൾ കുറ്റപത്രത്തിൽ വിചാരണ നേരിടാൻ നിൽക്കുന്ന മകൾ വീണ വിജയൻ. അപ്പോൾ ഈ 4 പേരും തമ്മിലുള്ള താരതമ്യമാണ് ഞാൻ ഈ വീഡിയോ. അമീന ഷാനവാസ്, അച്ചൂമ്മൻ, VV ആശ, വീണ വിജയൻ, ഇവർ 4 തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആരാണ് നല്ലത്, ആരാണ് മോശമെന്നൊക്കെ നമുക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ബോധ്യമായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം.